കഥ പാതിവഴിയിൽ പാർട്ട് 19. അവതരണം ഷെറിൻ നൗഷ. നാട്ടിലെത്തിയ ശേഷമാണ് ലൂസിഫറിന് ഞങ്ങൾ ഇത്രയും പ്രയാസത്തിലാണെന്ന് മനസ്സിലായത്. ഒടുവിൽ ഡാഡിയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ എനിക്കൊരു വിലയിട്ടു. 2 ദിവസത്തെ സമയം അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ 1 കോടി രൂപ അയാൾക്ക് നൽകണം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അയാൾ വരുമ്പോൾ എന്നെ അയാൾ കൊണ്ടുപോകും. അഭിരാമി കണ്ണുകൾ ഉയർത്തി അലക്സിയെ നോക്കി. അവൾ പറയുന്നതെല്ലാം കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് അലക്സി. അവൻ്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. അലക്സി, ഇന്നലെ രാത്രി ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല. എനിക്ക് നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല. നമ്മുടെ സ്വപ്നങ്ങളൊന്നും ഇനി നടക്കാൻ പോണില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് അലക്സി കണ്ടു. ആ കണ്ണുനീർ അലക്സിയുടെ ഹൃദയം തകർത്ത് കളയുന്നുണ്ടായിരുന്നു. അഭിരാമി, താൻ കരയാതിരിക്കെ. അലക്സി അവളെ നെഞ്ചിലേക്ക് ചേർത്തു നിർത്തി. വെറുപ്പോടെയാണെങ്കിലും അവൾ ആ നെഞ്ചിലേക്ക് ചേർന്നു കിടന്നു. ദൂരെ നിന്നും മഹേഷ് അവരെ 2 പേരെയും നോക്കി പല്ലിറുമി. മഹി, താൻ എന്തിനാ വെറുതെ ദേഷ്യം പിടിക്കുന്നത്? ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയല്ലേ അഭി അങ്ങനെ ചെയ്തത്? വിഷ്ണു തമാശ രൂപേണ അവനെ കളിയാക്കി. തനിക്കങ്ങനെ പറയാം. വിഷ്ണു, അവൾ തൻ്റെ പെണ്ണല്ലല്ലോ. പൊള്ളുന്നത് എൻ്റെ മനസ്സിനല്ലേ? വിഷ്ണുവിനെ തട്ടിമാറ്റി മഹേഷ് കാറിലേക്ക് കയറിയിരുന്നു. ഒരു ടേബിളിൻ്റെ 2 വശത്തിരുന്ന് അഭിരാമി അലക്സിയുടെ കണ്ണിലേക്ക് നോക്കി. പ്രണയം നിറഞ്ഞ് ആ കണ്ണുകളിൽ തിളക്കം മാത്രം അവൻ കണ്ടു. അഭിരാമി, അയാൾ നിനക്ക് 1 കോടി രൂപയാണോ വിലയിട്ടത്? എന്നാൽ അതിനേക്കാൾ മൂല്യം നിനക്കുണ്ട്. അതെനിക്കറിയാം. ആ 1 കോടിക്ക് വേണ്ടി ലൂസിഫർ എന്ന ക്രിമിനലിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. കാശ് കൊടുത്ത അയാളോടുള്ള നിൻ്റെ ബാധ്യത തീരില്ലേ? ആ കാശ് കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അലക്സി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച് പുറത്തേക്കിറങ്ങി. എങ്ങനെയും അഭിരാമിയുടെ ഡാഡിയുടെ ഈ ബാധ്യത തീർക്കണം. അങ്ങനെയായാൽ അവളുടെ വീട്ടുകാർക്കും തന്നോട് ഒരു മതിപ്പുണ്ടാകും. പിന്നെ താര വന്നാലും പൂജ വന്നാലും ഒന്നും തനിക്ക് പ്രശ്നമല്ല. കടപ്പാടിൻ്റെ പേരിൽ അഭിരാമി തനിക്ക് മുൻപിൽ കഴുത്ത് നീട്ടും. അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അവൻ്റെ കാർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അഭിരാമി അവിടെ തന്നെ നിന്നു. ശേഷം ഒരു നെടുവീർപ്പോടെ അവൾ ബുക്ക് സ്റ്റാളിൻ്റെ മറവിലുള്ള മഹേഷിൻ്റെ കാറിനടുത്തേക്ക് നടന്നു ചെന്നു. മഹിയും വിഷ്ണുവും കാറിൽ തന്നെയുണ്ടായിരുന്നു. അവൾ സന്തോഷത്തോടെ വണ്ടിയിലേക്ക് കയറി. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത്. അവൻ എനിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അബി, നന്നായി. അവനെ നമുക്ക് കഴിയാവുന്നിടത്തോളം പിഴിഞ്ഞെടുക്കണം. വിഷ്ണു പൊട്ടിച്ചിരിച്ചു. എന്നാൽ മഹേഷ് ഒന്നും മിണ്ടിയില്ല. അവൾ കയറിയ പാടെ അവൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. തനിക്കെന്തു പറ്റി മഹി? അവൾ മഹിയെ ശ്രദ്ധിച്ചു. അവളുടെ ചോദ്യം കേട്ടിട്ടും മഹി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖം പരിഭവത്താൽ നിറഞ്ഞിരുന്നു. എന്തിനാ അഭിരാമി നീ അലക്സിയെ കെട്ടിപ്പിടിച്ചത്? അതൊക്കെ മോശമല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വിഷ്ണു ഇടം കണ്ണാലെ മഹേഷിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അഭിരാമിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. തന്നെ അലക്സി കെട്ടിപ്പിടിച്ചത് മഹിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. 1 കോടിയേക്കാൾ ഞാൻ അവന് വില പിടിച്ചതാണെന്ന് പറഞ്ഞ് അവൻ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ സ്നേഹത്തിൽ അവനും സംശയം തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. അഭിരാമി സങ്കടത്തോടെ പറഞ്ഞു. മഹേഷിന് ദേഷ്യം വന്നു. എത്ര പണത്തിൻ്റെ കാര്യം പറഞ്ഞാലും തൊട്ടും പിടിച്ചും ഇനി നീ ആരോടും പകരം വീട്ടണ്ട. 1 വട്ടം തന്നെ അശ്രദ്ധയുടെ പേരിൽ അപകടം പറ്റിയതാ നിനക്ക്. ഇനിയും പ്രയാസം ഉണ്ടാവാൻ പാടില്ല നിനക്ക്. മഹേഷ് താക്കീതോടെ അവളെ നോക്കി. അഭിരാമി ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. മഹേഷിൻ്റെ ഓരോ വാക്കിലും തന്നോടുള്ള സ്നേഹവും കരുതലുമുണ്ടെന്ന് അവൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷവും അലക്സി വല്ലാത്ത ടെൻഷനിലായിരുന്നു. 1 കോടി രൂപ, അത് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ബാങ്കിൽ നിന്നും അത്രയും കൂടുതൽ തുക ഒന്നിച്ച് പിൻവലിക്കാനാകുമോ? അത്രയും പണം താൻ എടുക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പൂജ അതറിയാനിടയാവില്ലേ? എന്തു സംഭവിച്ചാലും അഭിരാമിക്ക് വേണ്ടി പണം കൊടുക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഒട്ടും വൈകാതെ തന്നെ അലക്സി 50 ലക്ഷം രൂപ അവൻ്റെ കയ്യിലുള്ളത് തയ്യാറാക്കി വച്ചു.
ബാക്കി 50 ലക്ഷം രൂപ പൂജ അറിയാതെ അവളുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ വേണ്ടിയാണ് അവൻ പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി അവൻ പൂജയുടെ ബാങ്കിൽ നിന്നും പണം അവൾ അറിയാതെ തന്നെ എടുത്തു. പണം എടുത്തു കഴിഞ്ഞാൽ അവൾ അറിയാതിരിക്കാൻ വേണ്ടി അവൻ പൂജയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മനഃപൂർവ്വം കംപ്ലൈൻ്റ് ആക്കി വച്ചു. ഉച്ചയോടെ അവൻ 1 കോടി രൂപയും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് അലക്സിയുടെ ഫോണിലേക്ക് പൂജയുടെ കോൾ വന്നത്. അലക്സി, താൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് വരാമോ? എൻ്റെ ഫോണിനെന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ട്. ഡിസ്പ്ലേ വർക്കാവുന്നില്ല. എനിക്കിത് മാറ്റിയെടുക്കണം. എന്നാൽ അലക്സി അപ്പോൾ അഭിരാമിയെ കാണാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. പൂജ, ഞാനിപ്പോൾ ചെറിയ തിരക്കിലാണ്. തനിക്ക് വേണ്ടി ഒരു പുതിയ ഫോൺ ഞാൻ വാങ്ങുന്നുണ്ട്. കംപ്ലൈൻ്റായ ആ പഴയ ഫോൺ ഇനി നന്നാക്കേണ്ട ആവശ്യമില്ല. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ പൂജയ്ക്ക് സന്തോഷമായി. തനിക്ക് വേണ്ടി അവൻ പുതിയ ഫോൺ വാങ്ങിത്തരുമല്ലോ. എങ്കിൽ പിന്നെ ഫോൺ വാങ്ങുമ്പോൾ തനിക്കും ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങണം. എത്രയും വേഗം തനിക്ക് അലക്സിയുടെ ഓഫീസിലേക്ക് പോകാം. അവൻ്റെ തിരക്ക് കഴിയുന്നതുവരെ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. പൂജ ഫോണും കൂടി കയ്യിലില്ലാത്തതുകൊണ്ട് ആകെ ബോറടിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അലക്സിയുടെ ഓഫീസിലേക്ക് പോവാൻ വേണ്ടി തയ്യാറായി. അലക്സി കാശുമായി അഭിരാമിയെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അവൻ കാറിലേക്ക് കയറിയിരുന്നു. ഇന്നവൾ മൗണ്ടെയിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കണം. കഴിയുമെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു മുത്തം നൽകണം. അവൻ സന്തോഷത്തോടെ പണപ്പെട്ടി കാറിലേക്ക് വച്ചു. അലക്സി വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നതും അവൻ പ്രതീക്ഷിക്കാതെ എവിടെ നിന്നോ ഓടി വന്ന ഭരതൻ വണ്ടിയിലേക്ക് ചാടിക്കയറി. എനിക്കറിയാം അലക്സി, നീ അവളെ കാണാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ? നിന്റെ മുഖത്തെ ഉത്സാഹം കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. വന്നേ, നമുക്കിനിയും ഈ കാര്യം വച്ച് നീട്ടണ്ട. അവൾ കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വാക്കുകൾ കേട്ട അലക്സി വായും പൊളിച്ച് അവനെ നോക്കിയിരുന്നു. എൻ്റെ പൊന്നലക്സി, അവളൊരു കള്ളിയാണ്. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം അവൾ വഴുതി നടക്കുകയാണ്. നിനക്കറിയില്ലേ, അവൾ എത്രയോ ദിവസങ്ങളായി ഓഫീസിലേക്ക് പോലും വന്നിട്ട്. കിട്ടിയ ചാൻസ് നീ ഇങ്ങനെ കളഞ്ഞു കുളിക്കല്ലേ? അവൻ പെട്ടെന്ന് കാറിലിരുന്ന പെട്ടിയിലേക്ക് നോക്കി. ഇതെന്താടാ, നീ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയതാണോ? ചോദിച്ചു തീർന്നതും ഭരതൻ പെട്ടിയെടുത്ത് തുറന്നു കഴിഞ്ഞിരുന്നു. കൺമുന്നിൽ നോട്ടുകെട്ടുകൾ കൂടിക്കിടക്കുന്നത് തെളിഞ്ഞപ്പോൾ ഭരതൻ ഒന്ന് കൺഫ്യൂഷനായി. എന്താടാ ഇത്? നീ അഭിരാമിയെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? അവൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. പാതി വഴിയിൽ. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.